എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനും 2 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യ സിനിമ ദുൽഖർ സൽമാൻ നായകനെത്തി ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ മാസം 31-ാം തീയതി വെങ്കി ആറ്റ്ലിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വലിയ വിജയമായി മാറിയ സിനിമ കൂടിയാണല്ലോ ലക്കി ഭാസ്കർ. നിലവിൽ 14 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ 14-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷത്തിനടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 14 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 18,40 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 92 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 14 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രം 14 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 94 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ-ഇന്ത്യൻ സിനിമയാണല്ലോ ശിവകാർത്തികേയൻ നായകനെത്തിയ അമരൻ എന്ന സിനിമ. ഈ ഒരു സിനിമയും നിലവിൽ 14 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ. 14-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം 10 കോടി കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ശിവകാർത്തികേയന്റെ സിനിമയായി അമരൻ മാറിയിരിക്കുകയാണ്. അതേസമയം 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 263 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 14-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 270 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഈ ആഴ്ചയോടുകൂടി തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ബോളിവുഡിൽ നിന്നും ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമയാണല്ലോ സിംഗം അഗൈൻ. വലിയ താരനിര ഭാഗമായി എത്തിയ സിംഗം അഗൈൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ 328 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അത്ര നല്ല അഭിപ്രായങ്ങളല്ല തിയേറ്ററുകളിൽ നിന്നും ചിത്രത്തിന് കിട്ടിയതെങ്കിൽ പോലും ചിത്രം മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് ബോൽബുലേ 3 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുടെ കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ മാസം 31-ാം തീയതി ദീപാവലി പ്രമാണിച്ച് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമയാണല്ലോ ബോൽബുലേ 3. ഈ ഒരു സിനിമയ്ക്ക് നിലവിൽ മികച്ച അഭിപ്രായങ്ങളെല്ലാം കിട്ടിയതെങ്കിൽ പോലും ചിത്രം മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 327 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിംഗം അഗൈനും അതുപോലെ തന്നെ ബോൽബുലേ 3 എന്ന സിനിമയും ഈ 2 സിനിമകളാണ് ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് വിവിധ ഭാഷകളിൽ നിന്നും എത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ 2 സിനിമകൾ. അടുത്ത സിനിമ ഒക്ടോബർ മാസം 4-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ സുരാജ് വെഞ്ഞാറമൂട് വിനായകൻ നായകനായി എത്തിയ തെക്ക് വടക്ക് എന്ന സിനിമ. തെക്ക് വടക്ക് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സും സിംപ്ലി സൗത്ത് എന്ന OTT പ്ലാറ്റ്ഫോമുമാണ്. ചിത്രം ഈ 2 OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ നവംബർ മാസത്തിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ-ഇന്ത്യൻ സിനിമയാണല്ലോ ശിവകാർത്തികേയൻ നായകനെത്തിയ അമരൻ. ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും മികച്ച തിയേറ്റർ കൗണ്ടോടെ മികച്ച കളക്ഷനോടെ മികച്ച ഹോൾഡോടെ ഓടുന്ന അമരൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ആദ്യവാരം നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ വിവിധ ഭാഷകളിൽ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളും ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.